ഉണ്ടോ? മലയാളിയാണോ? അതെ. നാട്ടിലെവിടെ? കുളത്തൂപ്പുഴയിലെ നേഴ്സാണോ? അതെ. യുകെയിലുണ്ടായിരുന്നു. ഗൾഫിലോ? നേഴ്സാണോ? അതെ. എവിടെ പഠിച്ചേ? ഞാനും മുത്തൂറ്റാ പഠിച്ചേ. അതെയോ? ഏത് വർഷമായിരുന്നു? 1893 ഞാനും ആ വർഷമാണല്ലോ ഫിനിഷ് ആയത്. ഒന്ന് നോക്കിക്കേ. ഞാൻ നീ ഇപ്പൊ എവിടെ? നിന്റെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ. നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയല്ലോ. അത് തന്നെ വലിയ ഞാൻ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയ. അതെവിടാ? അതോ അതെ ഈ ഭൂമി ഭണ്ഡാരത്തിൽ ഒരെണ്ണം. അപ്പൊ IS ഒന്നും വേണ്ടായിരുന്നു? അതൊന്നും IS ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. എവിടെയൊക്കെ ഒരു ഭാഗ്യം. അതിരിക്കട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തി? ഞാനോ ഒന്നും പറയണ്ടായിരുന്നു. നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ചെന്നൈ ഒരു ഉദ്ദേശി കല്യാണം കഴിച്ച് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങളിവിടെ മിഷൻ പ്രവർത്തനത്തിലായിരുന്നു. ഞങ്ങൾ അനാഥ പിള്ളേരെ എടുത്ത് വളർത്തുകയും പാവപ്പെട്ടവർക്ക് കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കുകയും ഞങ്ങൾക്ക് കുറേ ഓൾഡ് ഏജ് ഹോമും സ്കൂളും ഞങ്ങൾ സുവിശേഷ പ്രവർത്തനമായിട്ട് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇപ്പൊ ജോലി ചെയ്യുന്നു? എവിടെ ജോലി? ഞാൻ ഓസ്ട്രേലിയ KC ഹോസ്പിറ്റലിലാണ് ജോലി. നീ ഇത് ഫോട്ടോ ഒന്നും കണ്ടില്ലായിരുന്നു? ഇല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ ഫോട്ടോ പത്രത്തിനകത്തുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ലേഡീസ് അസോസിയേഷന്റെയും പിന്നെ അവിടുത്തെ മലയാളി അസോസിയേഷന്റെ ഒക്കെ വലിയ പ്രസിഡന്റ് ആണെന്നേ. പിന്നെ കഴിഞ്ഞിടയ്ക്ക് മലയാളി ഇത് നമ്മുടെ മലയാളം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഫോട്ടോ ഉണ്ടായിരുന്നു എന്റെ. നീ എങ്ങനെ ഇവിടെ വന്ന ഇപ്പൊ? അതൊന്നും എന്റെ പറയണ്ട. എന്റെ സാരിയെ അവര് വലിയ കഥയോ. പിന്നെ എന്റെ ഒരു 40th ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ബ്യൂട്ടി പാർലർ പോകുന്ന സമയമായിരുന്നു. അപ്പോഴുണ്ടല്ലോ എതിരെ ഒരു വണ്ടി വന്നു. ഞാൻ എന്റെ വെട്ടിച്ചത് പോകുന്നു. അയ്യോ, പിന്നെ ആകെ ഒരു ശബ്ദം മാത്രം കേട്ടില്ല. ഞാൻ ഇവിടെ എത്തി. അത് മാത്രമേ എന്നോട് കണ്ടു തുറന്ന് നോക്കുമ്പോ ഞാനിവിടെ അതിരിക്കട്ടെ. കഥയാണ്. കുറച്ച് നാളായി ഞാൻ അസുഖമായിട്ട് കിടപ്പിലായിരുന്നു. ഡോക്ടർമാരെല്ലാം കൈവിട്ടു. അവർക്ക് ഒന്നും മെഡിക്കേഷൻ വൈസ് ഒന്നും തരാനില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുമെന്ന്, എൻ്റെ കർത്താവിനെ കാണുമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ മരിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇവിടെ വരുമെന്ന്. പിന്നെ ഞാനിവിടെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവ് ഇവിടെ അവരെ പണിയുന്നോ കൊട്ടാരം പണിയുന്നോ നമുക്ക് വാസസ്ഥലമുണ്ടെന്നോ ഒക്കെ. പക്ഷെ ഇവിടെ ആരും കേൾക്കാതെ കുറെ ഹല്ലേലൂയ മാത്രമേ അതൊക്കെ നിന്നെ പോലുള്ളവർക്കാണ്. എന്നെ പോലുള്ളവർക്ക് പ്രവർത്തനമൊക്കെ ഇറങ്ങുന്ന എനിക്ക് വരും. അതിന് സമയമുണ്ടോ? അതുകൊണ്ട് ഞാൻ തന്നെ പല പാസ്റ്റർമാരും കൺവെൻഷനും മീറ്റിങ്ങിനും ഒക്കെ പോവാറുണ്ട്. മുൻപത്തേക്കില്ലേ അപ്പൊ ഇരിക്കാൻ കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോവാറുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും പറയണ്ട. ഏതായാലും ഞാൻ ലൈഫ് എൻജോയ് ചെയ്തു. നാട്ടിലൊരു ചാൻസോ ഇല്ല. I think you are wrong.
വിടുതലയുടെ സമയമായി. ഇങ്ങോട്ട് വന്നിട്ട് സാലി എന്നാണ് പേര്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ. നീ എന്റെ പ്രിയമകൾ, നീ എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചതും നിന്ന പരിഹാസമേറ്റതും എനിക്ക് വേണ്ടി സാക്ഷിയാ നിന്നതൊക്കെ ഞാൻ അറിയുന്നു. നീ അല്പത്തിൽ വിശ്വസ്തയായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. ലോകസ്ഥാപനം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ സന്തോഷത്തിലേക്ക് കടന്നു ചെല്ലുന്നു. കൊണ്ടുപോകും. എന്ത് പേര്? ഏറ്റവും മുന്നിൽ കാണുവാൻ സാധാരണ എൻ്റെ പേരെല്ലാണോ വലിയ അക്ഷരത്തിലുണ്ടായിരുന്നു എല്ലാം. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലില്ല. തെറ്റിപ്പോലെ എനിക്ക് തെറ്റു പറ്റില്ല. കർത്താവെ കർത്താവിനെ വിളിക്കുന്ന ഏവനുമല്ല സ്വഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വരാജ്യത്തിൽ കിടക്കുന്നത്. ഇവിടെ പിശാചിനും അവന്റെ കൂട്ടത്തിൽ പിശാചിനും അവന്റെ കൂട്ടത്തിൽ പല സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. സുഹൃത്തുക്കൾ പല സ്വീകരിക്കാനായിട്ട് ആത്മീയ കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞവരും ഇവിടെ ആരാധിച്ചവരും സുഹൃത്തുക്കളായ പലരും ഇവിടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവനയിൽ നാം ഇത് കണ്ടുവെങ്കിലും ഒരു നാൾ നാം എല്ലാവരും ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ്. ദൈവവചനം പറയുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഈ ലോകത്തിന്റെ പ്രതാപങ്ങൾക്കോ പ്രശസ്തികൾക്കോ നമ്മെ നിത്യതയിൽ എത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശേഷമുള്ള കാലം വളരെ ഭയത്തോടെ കഴിക്കാം. നമ്മുടെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. ഇന്ന് തന്നെ ഉറപ്പാക്കുക, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ?